നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറായിട്ട് വി രാജേഷ് ചുമതലയെടുത്തതിന് ശേഷം കാര്യങ്ങളൊക്കെ ദ്രുതഗതിയിലാണ്. ഇപ്പോൾ ആദ്യമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതി തെരുവ് നായ നിർമ്മാർജ്ജനമാണ്. കൊടുത്തൊരു വലിയ പ്രഖ്യാപനമാണ്. എന്താണ്? ഞാൻ അധികാരത്തിൽ വന്നാൽ തെരുവ് നായകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ നഗരത്തിലെ മുഴുവൻ റോഡുകളും 3 മാസത്തിനകം വെടിപ്പാക്കും എന്നുള്ള പ്രഖ്യാപനം വന്നു. തെരുവ് നായകൾ ഇനി തിരുവനന്തപുരം നഗരത്തിൽ കാണില്ല. എന്താണ് ഈ തെരുവ് നായ ചെയ്യുന്നു എന്ന് നിങ്ങൾക്കറിയണ്ടേ? ഒരു വീഡിയോ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ കോർപ്പറേഷൻ്റെ ഒരു പുതിയ യോജന ആരംഭിച്ചിട്ടുണ്ട്. നഗരത്തിലെ നായ്ക്കളെ പിടിച്ച് എന്താണ് ചെയ്യുന്നതെന്ന് അറിയണ്ടേ? അതായത് ഇടത് കാലിലെ മന്തെടുത്ത് വലത് കാലിൽ വയ്ക്കുന്നു എന്ന് പറയുന്ന പോലെ തിരുവനന്തപുരം നഗരത്തിലെ നായ്ക്കളെല്ലാം കൂടി പിടിച്ചുകൊണ്ട് വന്നിട്ട് ഈ നഗരസഭയുടെ വണ്ടി കയറ്റി വേറെ സ്ഥലത്ത് കൊണ്ടുവന്ന് തള്ളിക്കൊടുക്കുകയാണ്. ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്, കണ്ടേ. ഇന്നും കൊണ്ട് പട്ടിയെ തുറന്നു വിട്ടേക്കാണ് നമ്മളെ ഈ നന്മാനഗർ ഭാഗത്ത്. കണ്ടോ, തിരുവനന്തപുരം നഗരസഭയുടെ വണ്ടിയാണ്. ഇന്നും കൊണ്ടുവന്ന് ഈ പട്ടിയെ ഇവിടെ തുറന്നു വിട്ടിരിക്കുകയാണ്. കണ്ടല്ലോ, നമ്മൾ ഇന്നലെയും കൂടി പരാതിപ്പെട്ട സംഭവമാണ്. ഇന്നും കൊണ്ടുവന്ന് ഈ നഗരസഭ പട്ടിയെ തുറന്നിട്ടിരിക്കുകയാണ്. കണ്ടല്ലോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ, തിരുവനന്തപുരം നഗരസഭയുടെ അവസ്ഥ. കണ്ടല്ലോ. മറ്റൊരു പ്രദേശത്ത് അതിലൊരു സ്ഥലം പറയുന്നുണ്ട്, അങ്ങ് വിട്ടുപോയി. പ്രദേശത്ത് കൊണ്ടുവന്ന് വണ്ടി കയറ്റിയിട്ട് തുറന്നു വിട്ടു കൊടുക്കുകയാണ്. അതായത് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഞാൻ മാറ്റിത്തരുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് പിടിച്ചിട്ട് വേറെ ഏതെങ്കിലും പഞ്ചായത്തുകളെ കൊണ്ടിടുവന്ന്. ഇത് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനത്തെ പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ ആ തെരുവ് നായ അപ്പോഴേ പിടിക്കണം. നേരെ വഞ്ചൂരാണ് വി രാജേഷ് എന്ന മേയറുടെ വീട്. ആ വീട്ടിനകത്ത് കൊണ്ടുവന്ന് ഈ നായയെ അങ്ങ് തള്ളിക്കൊടുക്കണം. അതാണ് നാട്ടുകാർ ചെയ്യേണ്ടത്. തെരുവ് നായ നിർമ്മാർജ്ജനം ഇത് നേരത്തെ ഇരുന്ന കോർപ്പറേഷന് ചെയ്യാറിഞ്ഞിട്ടാണോ? അതായത് തിരുവനന്തപുരം നഗരത്തിലെ നായ്ക്കളെല്ലാം കൂടെ പിടിച്ചിട്ട് വേറൊരു, അതായത് നഗരാതിർത്തി വിട്ടിട്ടുള്ള വേറൊരു സ്ഥലത്ത് കൊണ്ട് തുറന്നു വിട്ടു കൊടുക്കുകയാണോ തെരുവ് നായ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞത്? പുറത്തുനിന്ന് ഡയലോഗ് അടിച്ചത് ഇങ്ങനെയൊന്നും അല്ലല്ലോ. അതായത് ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്ന സംഭവം, അതിനെ കൊല്ലാൻ പറ്റില്ല, അത് പറ്റാത്ത കാര്യമാണ്. BJP നേതാവായിട്ടുള്ള മനേകാ ഗാന്ധിയാണ്. അവരുൾപ്പെടെയുള്ളവർ നായസ്നേഹികളായി മാറിയതുകൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിനെ കൊന്നൊടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ വന്ധ്യംകരിച്ച് വിടാനേ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായുള്ളൂ. അങ്ങനെ ചെയ്ത് എങ്ങനെ ഇതിൻ്റെ പ്രത്യുൽപാദനത്തെ നിയന്ത്രിക്കാനാണ് തിരുവനന്തപുരം നഗരസഭ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനം. അത് പറ്റില്ല. ഞങ്ങൾ പുതിയ കാലഘട്ടത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇതിനെ എല്ലാത്തിനെയും നടപ്പാക്കാൻ പോകുന്നത്. ഞങ്ങളുടെ മോദിജിയുടെ ഡിജിറ്റൽ ഇന്ത്യയിൽ നടപ്പാക്കുന്ന പോലെ. എങ്ങനെ? റെയിൽവേയിലെ അറിഞ്ഞൂടെ, ട്രെയിനിൽ വരുന്ന വേസ്റ്റ് കൊണ്ടുവന്നിട്ട് നേരെ റെയിൽവേ ട്രാക്കിൽ തള്ളിക്കളയുന്ന ടീമുകളാണ്. റെയിൽവേ ട്രാക്കിലോ അല്ലെങ്കിൽ ആമേഴഞ്ചാം തോട്ടിനകത്ത് കൊണ്ടുവന്ന് തള്ളി കുത്തി നിറയ്ക്കുന്ന ടീമാണ് ഇവരുടെ ഡിജിറ്റൽ തള്ളൽ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരാണ് ഇപ്പോൾ ഈ തോന്നിവാസം കാണിക്കുന്നത്. മറ്റൊരു പ്രദേശത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ഞങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് മാറ്റിത്തരുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പിടിച്ചിട്ട് എന്ത് ചെയ്യുക? അടുത്ത പഞ്ചായത്തിൽ കൊണ്ടുവന്ന് തള്ളിക്കൊടുക്കുന്ന ആ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആ നാട്ടിലുള്ള ചെയ്യേണ്ട ഒരു കാര്യം, തെരുവ് നായ്ക്കളെല്ലാം കൂടെ പിടിച്ചിട്ട് വഞ്ചൂരുള്ള മേയറുടെ വീടുണ്ട്, നേരെ വീട്ടിനകത്ത് കൊണ്ടുവന്ന് അങ്ങ് തുറന്നു വിട്ടു കൊടുക്കുക. അല്ലാതെ നിങ്ങൾ അതിൻ്റെ വണ്ടിക്കൂലി വേണമെങ്കിൽ നാട്ടുകാരെല്ലാം കൂടെ പിരിച്ചെടുത്ത് ചെയ്യേണ്ട ഒരു വലിയ കാര്യമാണ്. ഇങ്ങനത്തെ തോന്നിവാസം ചെയ്യുന്നതിന് വേറെ ഒന്നും ചെയ്യില്ല. വഞ്ചൂരാണ് അദ്ദേഹം താമസിക്കുന്നത്. ഒരു അത്യാഡംബര വീട് അദ്ദേഹം വെച്ചിട്ടുണ്ട്. ആ വീട്ടിനകത്ത് കുറച്ച് പട്ടിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ നായ്ക്കളെല്ലാം കൂടെ പിടിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇമാതിരി തോന്നിവാസം അധികാരം കിട്ടിയെന്ന് കരുതിക്കൊണ്ട് പറഞ്ഞ വാക്കിൽ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇത്രയും കാലം ചെയ്തിരുന്നതല്ല, ഇതിനേക്കാൾ എഫക്റ്റീവായിട്ട് നിയമം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ വ്യക്തികൾ ഇതാണോ നിയമപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങൾ? അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾ എങ്ങനെയൊക്കെയാണ്? ഉഡായിപ്പുകൾ കാണിക്കുക എന്നുള്ളതാണ്. അതായത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ട് മറ്റു നാട്ടിലെ ജനങ്ങൾക്ക് കൊണ്ടുവന്നത് പ്രശ്നമാക്കി സൃഷ്ടിച്ചു കൊടുക്കുന്ന ഈ പ്രവർത്തനം അത് അപ്പോൾ തന്നെ തടയപ്പെടേണ്ടതായിരുന്നു. അവിടുത്തെ ജനങ്ങൾ സംഘടിച്ച് ആ പ്രവൃത്തി ഇവിടെ നടക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനമെടുത്തിട്ട് തിരിച്ച് അതേപോലെ കോർപ്പറേഷൻ വണ്ടി തിരിച്ച് പറഞ്ഞു വിടേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, നേരത്തെ ഈ നഗരത്തിൻ്റെ മാലിന്യങ്ങൾ പുറത്തു കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അവിടുത്തെ മാലിന്യങ്ങളെല്ലാം പുറത്ത് ഗ്രാമപ്രദേശങ്ങളിലുള്ള തിരുവനന്തപുരം നഗരത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഇടം, നഗരം എന്ന് പറയുമ്പോഴേ ആ പേര് ഭയങ്കര ഓർമ്മക്കുറവുകൾ സംഭവിക്കാറുണ്ട്. അതായത് തിരുവനന്തപുരം നഗരസഭയുടെ വേസ്റ്റുകൾ മുൻപ് ഇത് പുറത്തുള്ളൊരു പഞ്ചായത്താണ്. ആ പഞ്ചായത്ത് ഇടയ്ക്ക് വലിയ അവരുടെ ഈ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാൻ വലിയ പ്രശ്നമായി. ഇപ്പോൾ അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതല്ല ഇപ്പം താളം തെറ്റുന്നത് എങ്ങനെ നിങ്ങൾ കാണാം. അതിന് മുന്നോടിയായിട്ട് പറഞ്ഞ വാക്ക് പാലിക്കുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഈ തോന്നിവാസം വരും ദിവസങ്ങളിൽ മറ്റിടങ്ങളിലുള്ള ജനങ്ങൾക്ക് വലിയ ശല്യമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അതൊരു ശരിയായ രീതിയല്ല എന്ന് വളരെ കൃത്യമായി പറയുകയാണ്. ഇങ്ങനെയല്ല നിങ്ങൾ പറഞ്ഞതും നിങ്ങൾ തള്ളിമറിച്ചതും. ഈ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ എങ്ങനെയാണ് നടപടി എടുക്കേണ്ടത്? ഒന്നുകിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്ത് നേരെ ഡൽഹിയിലേക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ BJP നേതാക്കന്മാരുടെ വീടുകളിലേക്ക്. ഇത്രയും ദിവസം നിങ്ങൾ ഈ തിരുവനന്തപുരത്തിൻ്റെ തെരുവ് നായ പ്രശ്നം നിങ്ങൾ പരിഹരിക്കുമെന്ന് നിങ്ങൾ വലിയ അവകാശവാദം ഉന്നയിച്ച സ്ഥിതിക്ക് ഇതിനെ പിടിച്ച് നിങ്ങളുടെ വീടുകളിലേക്ക് കൊണ്ടുപോയി അത് ഒഴിപ്പിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ
നേരെ ഡൽഹിയിലേക്ക് കയറ്റി അയക്കാനുള്ള തീരുമാനമാണ് നടപ്പാക്കേണ്ടത്. അല്ലാതെ തൊട്ടടുത്ത പഞ്ചായത്തിൽ താമസിക്കുന്ന, നേരത്തെ ഒരു പേര് വിളപ്പിൽശാലയായിരുന്നു നേരത്തെ നഗരത്തിലെ മാലിന്യങ്ങൾ കൊണ്ട് തള്ളിയിരുന്ന ഇടമെന്ന് പറയുന്നത്, അവിടുത്തെ വലിയ ജനരോഷം ഉണ്ടായതിനു ശേഷമാണ് വിളപ്പിൽശാലയിലെ ഈ മാലിന്യ സംസ്കരണം എല്ലാം നിർത്തിയത്. തിരുവനന്തപുരം നഗരത്തിനകത്ത് തന്നെ പല കേന്ദ്രങ്ങളിൽ ശേഖരിച്ച് MRF പോലുള്ള പദ്ധതികൾ ആരംഭിച്ച് മെറ്റീരിയൽസ് റീകളക്ടിങ് ഫെസിലിറ്റി സെൻ്ററൊക്കെ തുടങ്ങി അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പരിഹാര മാർഗമായി മാറിയിരിക്കുന്നത്. അപ്പോഴാണ് ഈ തെരുവുനായ പ്രശ്നം ഉയർത്തിക്കൊണ്ട് ഇവർ വലിയ കഥയൊക്കെ ഇറക്കിവിട്ട ആൾക്കാരുടെ വികാരമുണർത്തിയത്. ആ വികാരമുണർത്തിയതിന് ശേഷം ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കണ്ടവൻ്റെ പെടലിക്ക് കൊണ്ടുവന്നിട്ട് കൊടുക്കുന്ന ഈ പ്രവർത്തനം, അതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത്.